നമ്മുടെയൊക്കെ ലൈഫിൽ രണ്ട് തരത്തിലുള്ള ഡിസിഷൻസ് ആണുള്ളത് അല്ലേ. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഓൺ ഡിസിഷൻസും, മറ്റൊന്ന് പറയുന്നത് ഫാമിലിയും നാട്ടുകാരൊക്കെ ഇടപെട്ടിട്ടുള്ള ഈ ഓൺ ഡിസിഷൻസ് എടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഒറ്റയ്ക്ക് തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരു പാഠം അത് കുറേ ഞാൻ പഠിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു യാത്രയൊക്കെ എന്നെ അത്തരത്തിലൊരു പാഠം പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു. ആ ഒരു ഡൈവിങ് പോയിന്റിലേക്ക് എനിക്ക് നടന്നെത്താനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറേ പകുതിയൊക്കെ നടന്നു നോക്കി. ഒരു 2-3 ടൈംസ് ഞാൻ ട്രൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ഒരു ഡൈവിങ് ബോർഡിൻ്റെ എൻഡിലേക്ക് എനിക്ക് എത്താൻ വേണ്ടി പറ്റിയത്. ഞാൻ കുറേ നിന്ന് നോക്കി കാറ്റിന് ദിശ എങ്ങോട്ടേക്കാണെന്നുള്ളത്. ഞാൻ ഇരുന്നും ഇഴഞ്ഞും നോക്കി. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ നമ്മൾ ഏത് രീതിയിലും പോകണം എന്നല്ലേ പറയുക. അന്ന് പോലെ ഞാൻ കുറേ ഇരുന്ന് ഇഴഞ്ഞൊക്കെ നോക്കി അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. ആ ഒരൊറ്റ പോയിന്റിൽ എന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കര കാറ്റ് കൂടുതലാണ്, ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇരുന്നിട്ടൊക്കെ നോക്കി. പക്ഷെ എങ്കിൽ പോലും ഞാൻ അവിടെ പോയി ഇരുന്നു. അവിടുന്ന് കുറേ കാഴ്ചകൾ കണ്ടു. അവിടെ നോക്കുമ്പോൾ എനിക്ക് ഫുൾ കേപ്പ് ടൗൺ മൊത്തം കാണാമായിരുന്നു. അതൊക്കെ കണ്ട് അവസാനം എൻ്റെ ആഗ്രഹമായിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല, എൻഡിൽ പോയിട്ട് എനിക്ക് കാലിൻ്റെ മേലെ കാലൊക്കെ കയറ്റി വെച്ചിട്ടൊരു ഇരുത്തം. എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്.